നമ്മളിന്ന് എങ്ങോട്ടാ പോന്നേ? മോർണിംഗ്ടൺ പെനിൻസുല ഹോട്ട് സ്പ്രിങ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാ. ഇവിടെ ആക്ച്വലി ഓസ്ട്രേലിയയില് മെൽബണിൽ മാത്രമേ ഉള്ളൂ. വിക്ടോറിയയില് ഹോട്ട് സ്പ്രിങ്സ് ആണ് ഫേമസ്. അപ്പോൾ അതില് അത്യാവശ്യം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരെണ്ണമാണ് ഈ മോർണിംഗ്ടൺ പെനിൻസുല ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ യൂഷ്വലി ഐസ്ലാൻഡ് വ്ളോഗ്സിലൊക്കെ ഈ ഹോട്ട് സ്പ്രിങ്സിൽ ആൾക്കാർ പോയിട്ട് അങ്ങനെ വ്ളോഗ് ചെയ്ത് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ തന്നെ അവർ അത്യാവശ്യം ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ്. സോ അതൊക്കെ വെച്ച് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ഒരു വെൽനെസ് എക്സ്പീരിയൻസിന് പോകുന്നത് അല്ലേ? നമ്മളല്ലാതെ നമ്മൾ കറക്കമൊക്കെ ഇവിടെ ഇങ്ങനെ സ്ഥലങ്ങൾ കാണാൻ പോവും, അങ്ങനെ ഇങ്ങനെയൊക്കെ പോവെങ്കിലും ഒരു വെൽനെസ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. സോ അതിൻ്റെ ഒരു ഇതിൽ എക്സൈറ്റഡ് ആണ്. ഒരു മാല ഇതൊന്നും ഇടരുതെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ. എനിവേയ്സ്, സോ പറഞ്ഞു കേട്ടത് വെച്ച് നമ്മളിപ്പോൾ പോകുന്ന ഹോട്ട് സ്പ്രിങ്സിൻ്റെ അവിടെ അതൊരു വലിയ ഏരിയ ആണ്. ആൻഡ് കുറേ കുഞ്ഞു പൂൾസാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. പക്ഷെ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അധികം ആള് കാണില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് അവധി, അതുപോലെ ഇനി ബാക്കിയുള്ളവർക്കും അവധിയാണെങ്കിൽ ശരി. എനിവേയ്സ് നമ്മൾ പോവാട്ടോ. ബാക്കി ഇനി അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് സൈഡിലെല്ലാം ചെടികളുടെ മേലെ ഒരു ബ്ലാങ്കറ്റ് പോലെ ഇങ്ങനെ മിസ്റ്റോ ഫോഗോ ഇതിങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അത് ഈ മൂടൽമഞ്ഞ് ഇങ്ങനെ പുതപ്പ് പോലെ മൂടി എന്നൊക്കെ പറഞ്ഞ് പാട്ടുകളിലൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ്. നമുക്ക് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റ്സ് ഡ്രൈവാണ് കേട്ടോ ഉള്ളത് ഈ പറയുന്ന പെനിൻസുല ഹോട്ട് സ്പ്രിങ്സിലേക്ക്. ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് അതിൻ്റെ അകത്ത് തന്നെ സ്റ്റേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മിക്കവരും അങ്ങനെ അക്കോമഡേഷൻ എടുത്ത് നിൽക്കാറുണ്ട്. നമുക്കിപ്പോൾ ഇത്രയും ദൂരമുള്ളൂ, അതുകൊണ്ട് നമ്മൾ രാവിലെ പോയി ഈവനിങ് തിരിച്ചു വരികയാണ്. വർക്കിംഗ് ഡേ ആയിട്ടും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഇവിടെ രാവിലെ 8:30 മുന്നേ നമ്മൾ കയറുകയാണെങ്കിൽ ഏർലി ബേർഡ് ടിക്കറ്റ് എന്നും പറഞ്ഞ് കുറച്ചൊരു ഡിസ്കൗണ്ടും കൂടെ കിട്ടും. ഇവിടെ റിസപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള റോബ്, ടവൽ, പിന്നെ ലോക്കർ ഫെസിലിറ്റീസ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മളിതെല്ലാം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്ത് സാധനങ്ങളും കളക്ട് ചെയ്ത് അങ്ങ് കയറിയാൽ മതിയായിരുന്നു. ഓരോ ദിവസങ്ങളിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് വിസിറ്റേഴ്സേ പറ്റത്തുള്ളൂ. സോ ബെറ്റർ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ്. ഇവിടുത്തെ പൂൾസിലെ വെള്ളം വരുന്നത് സർഫസിൽ നിന്ന് ഏകദേശം 637 മീറ്റേഴ്സ് താഴെയുള്ളൊരു അണ്ടർഗ്രൗണ്ട് അക്വഫയറിൽ നിന്നാണ്. ഭൂമിക്കടിയിൽ ചൂടുകൊണ്ട് നാച്ചുറലി ഹീറ്റായ വെള്ളമാണ് കേട്ടോ ഇത്. ആൻഡ് ഇതിൽ ഒരുപാട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ഏകദേശം 10,000 വർഷങ്ങളായി ഈ വെള്ളം ഭൂമിക്കടിയിൽ തന്നെ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു പൂള് മാത്രമല്ല 70ലധികം എക്സ്പീരിയൻസസ് ആണ് ഒരുക്കിയിട്ടുള്ളത്. അതിൽ ഹിൽ ടോപ്പ് പൂൾസ്, കേവ് പൂൾസ്, ടർക്കിഷ് സ്റ്റീം ബാത്ത്, സോണ, കോൾഡ് പ്ലഞ്ചേഴ്സ്, റിഫ്ലെക്സോളജി, ഹൈഡ്രോതെറാപ്പി, ക്ലേ ട്രീറ്റ്മെൻറ്റ്സ്, അങ്ങനെ ഒരുപാടതും പിന്നീട് പ്രൈവറ്റ് ബാത്ത്സും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. നമ്മൾ ഡ്രസ്സ് മാറി വന്നു കേട്ടോ. ഇതിപ്പോൾ മറ്റേ കുബേറിനല്ലേ ആ സിനിമ? മറ്റേ സിനിമയിൽ ദിലീപ് വേഷം കെട്ടി നടക്കുന്നോട്ടുണ്ട്. ഇവിടെ സ്വിം സ്യൂട്ട് ഇടാൻ പറ്റുള്ളൂ, അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഒരു മിനിറ്റ് അരവേ വരട്ടെ. എല്ലാം നോക്കി പഠിച്ചാ മനസ്സിലാവുന്നല്ലോ. എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്. ആംഫി തിയേറ്റർ ഇവിടാണ് കുറേ പൂളുകളുള്ളത്. ഹിൽ ടോപ്പിലേക്ക് ആദ്യം പോവാന്നാ. നമുക്ക് അതുവഴി വലത്തെടുക്കാം. ഓക്കെ.
നല്ല തണുപ്പുണ്ട് ആക്ച്വലി. അതുകൊണ്ടാണ് നമ്മൾ ബാത്റൂം എടുത്തത്, അല്ലാണ്ട് ബാത്റൂമിന്റെ ആവശ്യമൊന്നും ഇല്ല. ചൂടത്ത് വരുവാണെങ്കിൽ ബാത്റൂം ഇല്ലെങ്കിൽ അങ്ങനെ നടക്കണ്ട എല്ലായിടത്തും. നമ്മള് ചൂടുള്ള പൂൾസിൽ ഇറങ്ങുമ്പോൾ അത് വലിയ പ്രശ്നമായിരിക്കില്ല. ഇവിടെ മറ്റേ ജിയോ തെർമൽ പൂൾസ് ആണ് കേട്ടോ. നാച്ചുറലി ഹീറ്റഡ് ആയിട്ടുള്ള വെള്ളം വരുന്നത് ഇവരിങ്ങനെ ഓരോരോ പൂൾസിൽ കളക്ട് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അയ്യോ ദേ അവിടെ വെള്ളത്തിൽ നിന്ന് ആവി പറക്കുന്ന നോക്ക്. അവിടെ ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ആവി പറക്കുന്നത്? അത് നല്ല ചൂടുള്ള പൂളാന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ട് 1-2 അതേപോലത്തെ. അപ്പോൾ ചൂടുള്ള പൂളിൽ ഇറങ്ങുമ്പോൾ നല്ല രസമായിരിക്കും ഈ തണുപ്പത്ത്. പക്ഷെ തണുപ്പുള്ള പൂളിൽ അതേപോലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴി മനസ്സിലാവുന്നില്ല. തണുപ്പുള്ള പൂളിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പ് മരച്ചു പോകും. പക്ഷെ അവർ പറഞ്ഞേക്കുന്നത് ചൂടും തണുപ്പും മാറി മാറി ചെയ്യണം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആവി വറക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഇത് നല്ല ചൂടുള്ള വെള്ളമാണ്, ആവി വറക്കുന്ന കാണുന്നുണ്ട്. എന്നാൽ ഇപ്പുറത്ത് ഇത് ഐസ് കോൾഡ് വെള്ളമാണ്. ജസ്റ്റ് മുങ്ങി വരാന്നേ ഉള്ളൂ, അത്രയും തണുപ്പാണ്. ഹലോ ഇവിടെ ഭയങ്കര സൗണ്ട് കേൾക്കാൻ പറ്റില്ലായിരിക്കും. ആദ്യം കാല് വെച്ചപ്പം പൊള്ളിപ്പോയി. നമ്മൾ ഷവറിലൊക്കെ ഭയങ്കര ചൂട് വെച്ചു. ഇപ്പം ശീലമായി. ഇപ്പം അത് നോർമലൈസ്, ബോഡി യൂസ്ഡ് ആയി. പൂളിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ഇത് ഉണ്ടോ? അതെനിക്ക് ക്യാമറയിൽ കാണുമ്പോൾ ഇത് കാട് പിടിച്ച പോലെ ഉണ്ടോ? നേരിട്ട് കാണാൻ അടിപൊളി കേട്ടോ. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പത്ത് വെള്ളത്തിന് നല്ല ചൂടുണ്ട്. ഒരു എക്സ്പീരിയൻസ് പറയൂ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇരിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഇങ്ങനെ നല്ല ചൂടുവെള്ളത്തിൽ നമ്മൾ ഹോട്ട് ഷവർ പറയത്തില്ലേ, ഹോട്ട് ഷവറിൻ്റെ ഒരു ഹോട്ട് പൂൾ, അത് നൈസായിരുന്നു. ഇനി അടുത്തത് നമ്മൾ ഐസ് കോൾഡ് വെള്ളത്തിൽ മുങ്ങാൻ പോകും. ഇവള് മുങ്ങാൻ പോകും, ഞാൻ കണ്ടിരിക്കും. രണ്ടുപേരും ചെയ്യണം. ഇവിടെ അവർ എഴുതിയിട്ടുണ്ട്, ഒരു ഹോട്ട് ഒരു കോൾഡ്, ഒരു ഹോട്ട് ഒരു കോൾഡ്, അങ്ങനെ വേണം. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടു, സോ നൈസ്. ഇവിടെ ഒരു പൂള് നമുക്ക് മാത്രമായിട്ട് കിട്ടി. ഇത് 38 to 40 ഡിഗ്രിയാണ്. ഇതുപോലെ എല്ലാത്തിനും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവി പറക്കുന്ന കാണാമോ? ഇവിടെ ഇങ്ങനെ സീറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങി ഇതിനകത്ത് ഇരുന്നാൽ മതി, അല്ലാതെ നീന്തിക്കളിക്കൊന്നും വേണ്ട. ഇതിലിറങ്ങിയിരിക്കുക, അടുത്തതിൽ ഇറങ്ങിയിരിക്കുക, അത്രേ ഉള്ളൂ. ചുറ്റും തണുത്ത കാറ്റുള്ള സമയത്ത് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ഒരു ഭയങ്കര രസമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആൻഡ് ഈ വെള്ളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ മാഗ്നീഷ്യം, പൊട്ടാഷ്യം ഒക്കെ അടങ്ങുന്ന ഒരുപാട് മിനറൽസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഇൻസ്റ്റൻ്റ്ലി നമ്മുടെ മസിൽസൊക്കെ റിലാക്സ് ആക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഇത് സ്കിന്നിനും ഭയങ്കര നല്ലതാണെന്നാണ് അവരിവിടെ പറയുന്നത്. ഇതിവിടുത്തെ ബോഡി ക്ലേ സെഷൻസ് നടക്കുന്ന ഏരിയ ആണ്. 45 മിനിറ്റ് വരുന്ന ഗൈഡഡ് വർക്ക്ഷോപ്പായിട്ടാണ് കേട്ടോ ഇതിവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയം അനുസരിച്ച് നമ്മൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവരുന്ന ക്ലേ ഒക്കെ ദേഹത്ത് തേച്ച് അത്ര നേരം വെച്ച് കഴിഞ്ഞ് ഇവിടുത്തെ ഈ ജിയോ തെർമൽ വെള്ളത്തിൽ തന്നെ അത് കഴുകി കളയാവുന്നതാണ്. നല്ല ചൂടുവെള്ളമായിരിക്കും കേട്ടോ ഈ ഷവേഴ്സിലൂടെ വരുന്നത്. പക്ഷേ ഒരു വല്ലാത്ത മണമായിരിക്കും ഇതിൽ, അമോണിയൊക്കെ ഉള്ളതുകൊണ്ട്. ഈ ഷവേഴ്സിൻ്റെ പിടി കണ്ടോ, അതും അവർ കല്ല് വെച്ച് തന്നെ ആക്കിയേക്കുന്നത്. അവിടെ ബാക്കിൽ കുറച്ച് ഊഞ്ഞാലൊക്കെ ഉണ്ട്, അതിൽ കിടന്ന് ആടുന്നോ കുറച്ച് നേരം?
ഊഞ്ഞാൽ കണ്ടപ്പോൾ ഒരു രസം തോന്നി കയറിയെങ്കിൽ ഇത് ശരിക്കും റിലാക്സിങ് ആട്ടോ. റിലാക്സിങ് ആട്ടോ. അതല്ലേ ഞാനും പറഞ്ഞേ. ശരിക്കും ആക്ച്വലി ഇറ്റ്സ് സോ നൈസ്. ഇവിടുന്ന് മേലേക്കുള്ള വ്യൂ കാണിച്ചു തരാം. ഫോണിനൊരു വാട്ടർ പ്രൂഫ് കവർ ഇട്ടിരിക്കുന്നതുകൊണ്ടാട്ടോ ഇടയ്ക്കിടയ്ക്ക് കിടകിടാന്നുള്ള സൗണ്ട്. എനിവേസ് ഇതാണ് ഇവിടെ കിടക്കുമ്പോഴുള്ള വ്യൂ. ഇറ്റ്സ് റിയലി നൈസ്. ഒരു ഭയങ്കര പീസ്ഫുൾ, ഭയങ്കര റിലാക്സിങ് അറ്റ്മോസ്ഫിയർ. കുറേ ആൾക്കാരുണ്ട്, എന്നാലും ഒരു ബഹളോ കാര്യങ്ങളോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ മാത്രമായിട്ടുള്ള പോലത്തെ ഒരു ഫീലുണ്ട്. പിന്നെ പൂൾസൊക്കെ ചെറുതായതുകൊണ്ട് അറ്റ് എ ടൈം ഒരു 5-8 പേരൊക്കെ അതിനകത്ത് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പൂൾ അധികം കാണിക്കാൻ പറ്റുന്നില്ല. ആൾക്കാരൊക്കെ ഡ്രസ്സില്ലാതെ നിൽക്കും. മീൻസ് ഡ്രസ്സുണ്ട്, ബട്ട് സ്വിം സ്യൂട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ അവരുടെ പ്രൈവസി റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ അത് കാരണം അവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റാനേ. പക്ഷെ ഇതിപ്പം ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇതുണ്ട്. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവർ ഊഞ്ഞാൽ കെട്ടിയിട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് ആക്ച്വലി. ഇന്ന് നല്ല വെതർ ആക്ച്വലി അല്ലേ. ഇന്ന് അധികം വെയിലില്ല. ഇന്ന് ആക്ച്വലി മഴയായിരിക്കും എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ മഴയൊന്നുമില്ല, വെയിലും ഇല്ല. പക്ഷേ ഇങ്ങനെ കാർമേഘമൊക്കെ മൂടിക്കെട്ടി നല്ല വെതറും നല്ല തണുപ്പും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഇറങ്ങി കയറി വന്നിട്ട് ഇവിടെ ചെയ്യുന്നു. നൈസ്. കുബേരനിലെ ആ ഫസ്റ്റ് സീനിൽ ദിലീപിനെ കൂട്ടുണ്ട്. മറ്റേ ഒരു ദിവസത്തെ മുതലാളി. ഇത് ആക്ച്വലി എനിക്ക് ഹോട്ട് സ്പ്രിങ്സിനെക്കാട്ടിലും ഇത് ഭയങ്കര ഇഷ്ടമായി. ഈ കിടക്കുന്നത് ഭയങ്കര കൊച്ചിയിലൊക്കെ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരുന്ന ഇതുകൊണ്ടാന്ന് തോന്നുന്നു. അയ്യോ, ഇവിടെ കിടന്ന ശരിക്കും ഭയങ്കര എനിക്കൊന്ന് ഹോട്ട് സ്പ്രിങ്സിന്റെ ഉണ്ടെന്ന് തോന്നുന്നു. മറ്റേ ചൂട് വെള്ളത്തിൽ ഇങ്ങനെ റിലാക്സ് ആയിട്ട് വന്ന് ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ മയങ്ങി പോവാ. ആക്ച്വലി നമ്മൾ ഫോണിൽ വെള്ളാവാതിരിക്കാൻ ഇങ്ങനത്തെ കവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓഡിയോ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഡൗട്ടായിട്ട് പറഞ്ഞത്. ഇതെന്ത് ജിമ്മാണോ? ജിമ്മല്ല, എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ടൈപ്പ്. ആൾക്കാർക്ക് ചിലവർ അങ്ങനെ റിലാക്സ് ആവുന്നു. കല്ലുള്ള ഡംബിൾസും. ജിമ്മിൽ പോകേണ്ടവർക്ക് ഇവിടെ ജിമ്മിൽ പോവാ. ഇവിടെ റിലാക്സേഷൻ ഡോംസ് ഉണ്ട്. പെയ്ഡാണല്ലേ? പെയ്ഡ് നിൽക്കുന്നവർക്ക് ഈ ഗ്ലൂ പോലത്തെ സാധനത്തിൻ്റെ അകത്ത് കയറിയിരിക്കാം. പിന്നെ അങ്ങോട്ടും എല്ലാം ഊഞ്ഞാലുകളാണ്. നമുക്ക് ഡ്രീമിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് നല്ല വാമായിട്ടുണ്ട്. കുറച്ചേരം ഇവിടെ ഇരുന്ന് ചെയ്താലോ. ഇത് മൂടൽമഞ്ഞ് കൂടിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വ്യൂ ഒന്നും കിട്ടുന്നില്ല. ഈ ഒരു സൈഡ് ട്രാൻസ്പെറൻ്റ് ആക്കി ചെറിയൊരു ചൂട് കിട്ടുമ്പോൾ നല്ല സുഖമില്ലേ. അവിടെ ഹീറ്റർ ഉണ്ട്. വലിയ ഗ്രൂപ്പാണെങ്കിൽ നമുക്കിവിടെ ഇരുന്ന് എല്ലാവർക്കും കൂടെ എന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഫുഡ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാം. മറ്റേ തുറക്കാൻ പറ്റുന്നൊക്കെ തോന്നുന്നു. അങ്ങനെ ഭയങ്കര ഒരു ഹാപ്പനിങ് സ്ഥലമല്ല. എല്ലാം ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഭയങ്കര രീതിയിൽ കൂടെ പീസ്ഫുള്ളായിട്ട് പതുക്കെ ചെയ്യാറുള്ളത്. അതാണ് നമ്മൾ 8:30 മുന്നേ കയറുവാണെങ്കിൽ $20 എന്തോ കുറവുണ്ട്. $20 കുറവുണ്ട്. പക്ഷേ നമ്മൾ എപ്പോൾ കയറിയാലും ഇത്ര മണിക്കുള്ളിൽ ഇറങ്ങണം എന്നോ ഇല്ല ഇത്ര നേരം കഴിഞ്ഞ് ഇറങ്ങണം എന്നൊന്നുമില്ല. നമ്മൾ വീക്ക് ഡേയ്സിൽ രാത്രി 11 മണി വരെയും ഫ്രൈഡേ സാറ്റർഡേ സൺഡേ രാത്രി 2 മണി വരെ ഉണ്ട്. സോ നമ്മുടെ ഇഷ്ടത്തിന് പോയാൽ മതി. അതുവരെ നമുക്ക് ചെയ്യാം. ഇവിടെ ആക്ച്വലി ചായയൊക്കെ വന്ന് ചായ കോഫിയൊക്കെ എടുത്ത് ഇങ്ങനെ വന്നിരിക്കാം.
എനിക്കിപ്പോൾ നല്ലൊരു അപ്പാപ്പൻ ലുക്ക് ഉണ്ട് കേട്ടോ. അയ്യോ അതേ നാട്ടിലെ പൂവ്. അയ്യോ പേരൊന്നും ചോദിക്കരുത്, പക്ഷെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ഇത്. ഇതല്ല ജമന്തി. നൈസ്. നല്ല തണുത്ത കാറ്റ്, നല്ല തണുത്ത കാറ്റുണ്ടല്ലോ. ബാത്റൂം ഇല്ലായിരുന്നെങ്കിൽ തണുത്ത് വിറച്ചാൽ. അയ്യോ വിറച്ചു പോയാലോ. ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ബാത്റൂം എന്തായാലും എടുക്കാം, വിൻ്റർ ആണെങ്കിൽ. അല്ലാണ്ട് മറ്റേ ഇത് ബാത്താനല്ല, ഇത് സ്വെറ്ററാണ്. അത് വലിയ കാര്യത്തിന് മഴയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നു ചെറുതായിട്ട് മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ പിന്നെയും ചൂടുവെള്ളത്തിൽ തന്നെയല്ലേ ചാടാൻ മതി. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചോട്ടെ. ഇവിടെ അടുത്ത് അല്ല, ഇതിൻ്റെ അകത്ത് തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ അടുത്തായിട്ടൊരു കുഞ്ഞു കഫേ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡും എല്ലാം കഴിക്കാമെന്ന് വെച്ചു. എനിക്ക് ഇടയ്ക്കുള്ളത് ഈ കൈ പുറകെ കെട്ട് നടക്കൽ. ഇന്നത്തെ വേഷം കൂടെ ആയപ്പോഴത്തേന് കറക്റ്റ് ഒരു അപ്പാപ്പൻ ലുക്കില്ലേ, നിങ്ങൾക്ക് തോന്നി? ഞങ്ങൾ ആദ്യമായിട്ട് ജാപ്പനീസ് ഫുഡ് ട്രൈ ചെയ്യാൻ പോയ ആ വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് എന്തൊക്കെയോ ഇഷ്ടമായി, എന്തൊക്കെയോ ഇഷ്ടമായില്ല, എവിടെയൊക്കെയോ ആ ഫ്ലേവറുമായിട്ട് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് ടൈം പിടിച്ചു. പക്ഷെ പിന്നീട് ജാപ്പനീസ് ക്വിസീൻ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ആയിട്ട് മാറി കേട്ടോ. ഇപ്പം മിക്കപ്പോഴും ഓഫീസിലൊക്കെ പോകുമ്പോൾ ഞാൻ കാർഡ്സോ ബൗളോ ഇല്ലെങ്കിൽ ഇതുപോലെ സൂഷിയോ തന്നെയാണ് വാങ്ങാറ്. അതെന്താ? സോസേജ് റോള് എങ്ങനെയുണ്ട്? ഇഷ്ടമില്ല. ഒരു മീറ്റിന് വെച്ചാവാ. പിന്നെ നമ്മൾ ഇന്നൊരു ഐസ്ഡ് മാച്ച കൂടെ ട്രൈ ചെയ്യാന്ന് വെച്ചു. അങ്ങനെ ആദ്യമായിട്ട് മാച്ച ട്രൈ ചെയ്യാം. പക്ഷെ ഇതെന്തൊരു പച്ചിലയുടെ ടേസ്റ്റ്. അതുകൊണ്ടാണ് മാച്ച. ഇതെന്തോ പച്ചലയാണ്. പാലിലെന്തോ പച്ചല അരച്ചിട്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമായി, ടേസ്റ്റ് ഇഷ്ടമായി. മധുരം ഉണ്ടോ? കുറച്ച് നോക്കട്ടെ. ഇഷ്ടായില്ല അല്ലേ? ഇല്ല, എനിക്ക് അതിന്റെ ആഫ്റ്റർ ടേസ്റ്റ് നല്ലോണം ഇഷ്ടമായി. നമ്മുടെ ചായയുടെ ഇല. ചായയുടെ ഇലയല്ല, വേറെന്തോ ഇലയാ, പച്ചമരുന്നും ഉണ്ട്. കൊള്ളാം. ആക്ച്വലി ഞാൻ വിചാരിച്ചു എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ എൻ്റെ മനസ്സിൽ അവിടെ ഒരു പക്ഷി, ഞാൻ വിചാരിച്ച എൻ്റെ മനസ്സിലൊരു എന്താണ് ഭയങ്കര ഇതായിരിക്കും. നൈസ്. അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് വാങ്ങിത്തരണം. നല്ല ടൈമിങ് ആയിരുന്നു കേട്ടോ. നമ്മൾ സ്നാക്സ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും മഴയും കഴിഞ്ഞു. നമ്മളിനി എങ്ങോട്ടാ പോന്നെ? എന്താ ചെയ്യണ്ടേ? ആദ്യം റിൻസ് ചെയ്യണം, ഷവർ ചെയ്യണം, എന്നിട്ട് സോണ ചെയ്യണം ഒരു 10-15 മിനിറ്റ്, എന്നിട്ട് വേർപ്പ് കളയാൻ വേണ്ടി റിൻസ് ചെയ്യണം, എന്നിട്ട് തണുത്ത വെള്ളത്തിൽ പോയി മുങ്ങണം, എന്നിട്ട് തിരിച്ച് പിന്നെ സോണയിൽ കയറണം 10-15 മിനിറ്റ്, പിന്നെ റിൻസ് ചെയ്യണം, ഹോൾഡ് ചെയ്യണം, റിലാക്സ്ഡ് എന്ന് പറയും. സോണ കുഴപ്പമില്ല, തണുത്ത വെള്ളത്തിൽ ഇറക്കാൻ പറ്റില്ല. ഞാൻ വേണോ? പിന്നെ എനിക്ക് തണുത്ത വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. അത് കുഴപ്പമില്ല, നീ വാ. വരുന്നു. തല നനയ്ക്കണ്ട. അതാ ജിയോ തെർമൽ വെള്ളം റോട്ടൻ എഗ് പോലെയാണെന്ന് പറഞ്ഞു. നമ്മുടെ കെമിസ്ട്രി ലാബിലെ സൾഫറിന്റെ മണം വരുമ്പോ ഒരു മണമില്ലേ? അയ്യേ, ഞാനില്ല കേട്ടോ അതിന്. എന്നെ നാറില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ ജിയോ തെർമൽ വെള്ളത്തിന് വല്ലാത്തൊരു മണമാണ്. ഇവിടുത്തെ വെള്ളത്തിൽ ഇത്രയും മിനറൽസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം അതിൽ റിൻസ് ചെയ്തതിന് ശേഷം ട്രഡീഷണൽ സോണയിൽ കയറിയേക്കാണ്.
ഇതൊരു വുഡൻ റൂമിൽ ഒരു സ്റ്റൗവിന് മുകളിലായിട്ട് കല്ലുകൾ വെച്ച് അത് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടാവുന്ന ആവിയിൽ ഈ മുറിയിലെ ഫുൾ ടെമ്പറേച്ചർ കൂടിയിട്ട് അങ്ങനെ നമ്മൾ നല്ലപോലെ വേർക്കുക കേട്ടോ. ഇരുന്ന് നല്ലപോലെ വേർത്ത് വന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും നമ്മൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. വീണ്ടും നമ്മളല്ലല്ലോ, നമ്മളിനി കോൾഡ് ഇതിനെന്ത് മാറ്റാമെന്നറിയോ, ഇനി നമ്മൾ ഐസ് കോൾഡ് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. കവർ മുഴുവൻ വെള്ളമായി, ഏത് കിട്ടുമെന്നറിയില്ല. തോർത്തതല്ലേ തണുക്കുന്ന ഈ തണുപ്പത്ത് എങ്ങനെ വെള്ളത്തിലാക്കുന്നത്? ഐസ് കോൾഡ് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മള് ചൂടത്ത് പോയിരിക്കും. ചൂടുള്ള ചൂടുവെള്ളം മതി. ഇതിന് കുറച്ച് ആഴം കൂടുതലുണ്ട്. മറ്റേടുന്ന് നമുക്ക് നെഞ്ചു വരെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഇത് വീഡിയോ ഓഫ് ചെയ്യട്ടെ, കുറെ ആൾക്കാർ. അടുത്തത് ഡ്രൈ സോണയിൽ കയറി. ഇവിടെയും കല്ലുകൾ ചൂടാക്കിയിട്ട് റൂമിലെ ടെമ്പറേച്ചർ കൂട്ടുകയാണ്. പക്ഷെ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഭയങ്കര ഒരു ഡ്രൈ ഫീലാണ്, ഹ്യൂമിഡിറ്റി തീരെയില്ല. അരവിക്ക് റൂൾസ് തെറ്റിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ആൾ വീണ്ടും ആ കോൾഡ് പ്ലഞ്ചിൽ ഇറങ്ങി. എനിക്ക് ആ തണുപ്പ് ഹാൻഡിൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് ഇറങ്ങാൻ നിന്നില്ല. ഇവിടെ സൈഡിൽ വെള്ളം ഒഴുകുന്നതൊക്കെ കണ്ട് ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നേ. അപ്പോൾ അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടന്നപ്പോഴാണ് ഈ ഐസ് കേവ് നമ്മൾ കണ്ടത്. ഇത് ആക്ച്വലി റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്, പക്ഷെ ആരും ഇതിൻ്റെ അകത്ത് കയറുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണ് ഐസ് കേവ്. ഇതിൽ ഈ റൂം 4 ഡിഗ്രി, അതിൻ്റെ അകത്ത് -25 ഡിഗ്രിയാണ്. അത് അരവി പോയി കാണിച്ചു തരുന്നതായിരിക്കും. ഒരു മിനിറ്റ് ഇവിടെ നിന്ന് ബോഡി ഒന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് കുറച്ചു നേരം നമുക്ക് ഇവിടെ ഇരിക്കാം കേട്ടോ. ഓ പക്ഷെ ഡ്രൈയിനെക്കാളും നല്ലതായിട്ട് തോന്നുന്നു എനിക്ക്. ആദ്യം ട്രഡീഷണൽ സോൺ എന്ന് പറഞ്ഞാൽ ആദ്യം കയറിയത് വലിയ സീനില്ലായിരുന്നു. പക്ഷെ രണ്ടാമത്തത് കയറി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മുഖമൊക്കെ ചുമന്ന് വല്ലാതായി. ഭയങ്കര ഡ്രൈ ആയിപ്പോയി. ഡ്രൈ സോണ പറഞ്ഞിരുന്നെങ്കിലും എൻ്റെ ഇവിടെയൊക്കെ ചുമന്ന് വന്നു വല്ലാതെ. അതീത് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ആശ്വാസം. പക്ഷെ ഇത്രയും തണുപ്പ് വേണോ? ഇത് ആക്ച്വലി കുഴപ്പമില്ല. ഇത് -25 ഒന്നുമില്ല. -25 ആണ് അവര് ടെമ്പറേച്ചർ തെക്കുന്നത്. നമുക്ക് ഭയങ്കര ഇതിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കും. ഇത് കുഴപ്പമില്ല. അയ്യോ സ്നോ കൂട്ട് കാണുന്നുണ്ടോ? കാണുന്നില്ല അല്ലേ? തണുത്ത് ചെറിയ അതിലങ്ങനെ അറിയോ? സ്ഥലത്തിൽ വെച്ചല്ലേ അറിയോ ടെമ്പറേച്ചർ? ഇതില്ല. ഇങ്ങനെയാണ് കാണിക്കുന്നത്. അതിൽ കൂടെ ആ തണുത്ത കാറ്റ് വരും. അതൊക്കെ എന്ത് തിരക്കായിരുന്നില്ല, ഇവിടെ ആരുമില്ല. സോണയൊക്കെ ഫുള്ളായിരുന്നു. ഇത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ആദ്യം ഞാൻ ചൂട് മതിയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തണുപ്പ് കുറച്ചധികം ഇഷ്ടപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ ഇനി ഇറങ്ങാൻ പോകുന്ന ചൂടുള്ള വെട്ടമില്ലേ, ചൂടുള്ള ഒരു പൂളിലേക്കാണ്. അതിന് മറ്റേ എന്താണ് ജെറ്റ് മസാജേഴ്സ് ഉണ്ട് എന്നാ പറഞ്ഞത്. അവരിറങ്ങി കഴിയുമ്പോൾ അത് ഉള്ളതനുസരിച്ച് ഇരിക്കണം എന്ന് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ കുറച്ച് നേരം
തണുപ്പുണ്ട്, എനിക്ക് ചൂടാണ്. ആവശ്യം അല്ല, തിരിച്ചാണ് ആക്ച്വലി. വെദർ വൈസ് ഐ പ്രിഫർ തണുപ്പ് ഓവർ ചൂട്. വെദർ വൈസ് ഐ പ്രിഫർ ചൂട്. ഞങ്ങൾ ഭയങ്കര പനിപ്പരുത്തം ആയതുകൊണ്ട് എനിക്ക് കുറച്ചേരം കൂടെ ഇവിടെ നിന്നാൽ കൊള്ളാമെന്നാണ്. ഇനി മറ്റേ ഉള്ളിലല്ലേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കണം. ഇതെന്താ ആരും ട്രൈ ചെയ്യാതെ? അയ്യോ, പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ കൈയൊക്കെ ഞാൻ എന്റെ കൈ മേടിച്ചു തുടങ്ങി. അയ്യോ, റോബ് ഇടണ്ട, നമ്മളിവിടെ നിന്ന് നേരെ ഇറങ്ങുമല്ലേ. പൂളിൽ പോട്ടെ. പൂളിൽ നിറച്ച ആൾക്കാരാട്ടോ. അവിടെ നിന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഭയങ്കര ആളാണ്. പ്രൈവസി ഈസ് എ ബിഗ് ഇഷ്യൂ. ഇതാട്ടോ ജെറ്റ് മസാജേഴ്സ് ഉള്ള പൂള്. 15 മിനിറ്റ്സാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും പിന്നെ പുറം വേദന, കഴുത്ത് വേദന, ജോയിൻറ്റ് പെയിൻസ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. ഇത് കൊള്ളാം. നേരെ അങ്ങോട്ട് ഇറങ്ങി. ഇത്ര ചൂട് ചൂടല്ല, തണുപ്പിന്ന് വന്നതിൻ്റെയാ. അല്ല, ഇത് ഭയങ്കര തിളക്കുന്ന വെള്ളം. ഇടി അല്ലെന്ന്, ടെമ്പറേച്ചർ ഭയങ്കര കുറവാണ്. നമ്മൾ തണുപ്പിന്ന് വന്നിട്ടാ. അയ്യോ ഇതിങ്ങനെ പ്രഷർ പൂൾ. രസമുണ്ടോ? നൈസ് നൈസ്. അത് നല്ല ഫോഴ്സ് ഉണ്ടല്ലേ അമ്മേ. ഇതിന് മുഖം ഇത്ര സങ്കടമല്ല, ഞാൻ എൻജോയ് ചെയ്യുന്ന. ഓ, വെയിലും പോയി. ഷോൾഡറിലിട്ട് കൊടുക്കും. ഷോൾഡർ ഇട്ട് കൊടുക്കും. അവര് നീ എടുക്കുന്നോണ്ട് മാറിയതാണോ? അരുവിനെ വസ്ത്രാക്ഷേപം ചെയ്തു. വസ്ത്രാക്ഷേപല്ല, വസ്ത്രാപഹരണം നടന്നു. പോയി ഗൈസ്. നമ്മളെടുത്ത് ഇവിടുത്തെ ഈ എന്താണ് റോബും ടവലും ഒക്കെ നമ്മൾ പേ ചെയ്തിട്ട് ഇവിടുന്ന് കിട്ടുന്നതാ, ഹയർ ചെയ്യുന്നതാ. അതിൽ നമ്മളൊരു പൂളിലെത്തിയപ്പോഴേക്കും അവർ നോക്കി നിന്ന് നമ്മൾ നടന്ന് പൂളിൻ്റെ അറ്റത്തെത്തി നമ്മൾ ഇരുന്നപ്പോഴേക്കും വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു റോബും ഒരു ടവലും എടുത്തിട്ട് പോയി. ഇപ്പം അവർക്ക് 2 റോബ് 1 ടവലും ഉണ്ടെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് പറ്റാം. ഇത് ഒരു റോബ് അവിടെ ബാക്കി വെച്ചിട്ട് അവർക്ക് വേണ്ട 1 റോബും 1 ടവലും എടുത്തോണ്ട് പോയി. അപ്പം അത് മോഷ്ടിച്ച തന്നെ. മറ്റേ സായിപ്പന്മാരില് എന്തൊരു ഡീസൻ്റ് ആണ് ഇവിടുത്തെ ആൾക്കാർ, അങ്ങനെ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈക്ക് നമ്മുടെ പ്രൈവസി ആണേലും നമ്മുടെ കാര്യങ്ങളാണേലും എല്ലാവരും കുപ്പിയും ഫോണും ഒക്കെ അവിടെ ഇറങ്ങുന്നിടത്ത് വെച്ചിട്ട് ചിലർ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എത്ര നല്ലതാ, പരസ്പര വിശ്വാസം എന്നൊക്കെ വിചാരിച്ച് നിന്നിട്ട് ഒരുമാതിരി പരിപാടി. മറ്റേ മാറിപ്പോയതല്ല, നോക്കി നിന്നെടുത്തത്. പറയാൻ പറ്റില്ല, നമുക്ക് റിസപ്ഷനിൽ പോയി ചോദിച്ചു നോക്കാം അവർ സ്പെയർ തരുമോന്ന്. തന്നില്ലെങ്കിൽ ഇങ്ങനെ നനഞ്ഞ് കുളിച്ച് നടക്കേണ്ടി വരും. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു, വല്ലാണ്ട് ദേഷ്യമായിരുന്നു. എന്തായാലും പോയി ചോദിച്ചു നോക്കാം. എന്നിട്ട് ലഞ്ചും കഴിച്ചിട്ട് നമുക്ക് ബാക്കി ഇറങ്ങാമെന്നാണ് പ്ലാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. അയാൾ എന്ത് പഠിച്ച കള്ളൻ എന്നുള്ള മറ്റേ വൃത്തികെട്ട തരം കള്ളൻ. രവിക്ക് വീണ്ടും ഡ്രസ്സ് കിട്ടിയിരിക്കുന്നു. നമ്മൾ റിസപ്ഷനിൽ പോയി പറഞ്ഞു ഇതുപോലെ ആരെൻ്റെ എടുത്തോണ്ട് പോയി. അപ്പോൾ അവർ വേറെ തന്നു. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അങ്ങനെ നോക്കി നിന്നെടുത്തു. വേണ്ട, മറ്റേ മാറിപ്പോകുന്നതാണ് മനസ്സിലാക്കാം. പക്ഷെ നോക്കി നിന്നെടുത്തിട്ട് പോയപ്പോൾ ഒരു എനിവേസ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ഇതാട്ടോ ഇതിൻ്റെ അകത്തെ റെസ്റ്റോറൻറ്റ്. നല്ല ആംബിയൻസും ഇവിടെ നല്ല വ്യൂവും നൈസായിരുന്നു. സോ നമ്മൾ ആദ്യം ഒരു പ്രോൺ ആൻഡ് ജിഞ്ചർ ഡംപ്ലിങ്സ് പറഞ്ഞു. ഇത് എന്തോ ഒരു ഫിഷാണ്, ഇതിൻ്റെ പേര് മറന്നുപോയി. ആൻഡ് ഇത് ഡക്ക്
മേരിലാൻഡ് എന്തോ അതിൻ്റെയും പേര് മറന്നുപോയി. ഇതിലത്തെ ഡക്ക് അരവി കഴിക്കും, വെജീസ് ഞാൻ കഴിക്കും. Ahora, no pido fuera de വെജിറ്റബിൾ ആണോ? ഇതെന്തോ ഫിഷാ? ഫിഷല്ലേ? ഇതൊരു പുളി. പപ്പടം. എനിക്ക് ആക്ച്വലി ഇഷ്ടമായി. മീനാണ്. ബീറ്റ്റൂട്ട്. അതോ I don't think you're allowed to make that decision. I think the other person is the person who needs that certificate. ഇത് കൊള്ളാം. ചൂടാ. വിചാരിച്ച തണുപ്പാ. അല്ലല്ല, ചൂടും തണുപ്പും കൂടെ. നമ്മൾ എത്ര നേരം പൂളിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്ന പോലെ ചൂട് കേക്കും ചോക്ലേറ്റും, ചൂട് ഐസ്ക്രീം, തണുത്ത ഈ ഐസ്ക്രീം. ബ്രൗണി വിത്ത് ഐസ്ക്രീം കഴിച്ചിട്ടില്ല. സെയിം കൺസെപ്റ്റ്. ബ്രൗണി വെറുതെ ചൂടാക്കി തരണം. ഇത് ബ്രൗണിയുടെ കൊടുത്തി. കൊള്ളാട്ടോ. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. നൈസ്. അടുത്തത് റിഫ്ലെക്സോളജി എന്ന് പറഞ്ഞ് ഇവരിവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇത് ചെറിയ കല്ലുകളിൽ നിന്ന് തുടങ്ങി അറ്റത്തേക്ക് എത്തുന്തോറും വലിയ വലിയ കല്ലുകളായിട്ട് വരും. ഒന്ന് തണുത്തുള്ള, ഒന്ന് ചൂടുള്ള. ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ നടക്കുമ്പോൾ നമുക്ക് കാലിലൊരു ആക്യുപങ്ചർ എഫക്റ്റ്, ഒരു ചെറിയ മസാജ് പോലെ ഫീൽ ചെയ്യും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ചുമ്മാ നടക്കാൻ ഒരു രസം. എപ്പടി നാട്ടിൽ പുഴയിലും തോട്ടിലൊക്കെ നടന്നിട്ടുള്ളവർക്ക് ഇത് സാധാ. പക്ഷെ അവർക്കൊക്കെ വേദന എടുക്കുന്നുണ്ട് എന്ന് പറയുന്ന ചില എത്തുമ്പോ നമുക്ക് മറ്റേ കുറച്ച് നാലായിട്ട് ചെയ്യാത്ത ഒരു ഡിസ്കംഫർട്ട് ഇല്ല മറ്റേ ഈ മലക്കൊക്കെ പോകുമ്പം. ക്യാമറ ഫുൾ ആവിയായിപ്പോയി. അതവിടെ ഇരുന്നോട്ടെ. അല്ല, ഞാനൊന്ന് ക്യാമറ തുടക്കാണ്. ഇത് ടർക്കിഷ് സ്റ്റീം ബാത്ത് എന്ന് പറഞ്ഞ ഹമാം എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നേ. പെട്ടെന്ന് വേർത്തു. അതിൻ്റെ നടുക്കുള്ള ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ ഞാൻ എടുത്ത വീഡിയോയിൽ. അതിൻ്റെ നടുക്കൊരു വലിയൊരു മാർബിളുണ്ട്. അത് നല്ല ഹീറ്റഡ് സ്റ്റോണാണ്. അപ്പോൾ പെട്ടെന്ന് വേർക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കയറി കിടക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റിനും നിന്നിട്ട് ആ ചൂടത്ത് നമുക്കൊരു മീഡിയം ടെമ്പറേച്ചറിലുള്ള വെള്ളം ഇങ്ങനെ കോരി നെത്തൊഴിച്ചുകൊണ്ടിരിക്കാം. ഇതെന്താ അറബ്സ് ഫോളോ ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത്. ഇത് വീണ്ടും സോണ കയറുവാണ്. ഇതിലിറങ്ങുന്നില്ലേ തണുപ്പിൽ? ഇവിടെ ഇങ്ങനെയൊരു ഇതുണ്ട്, പൂള് ചെറുത് പക്ഷെ നല്ല ഡീപ്പാണ്. ഇറങ്ങി നോക്കുന്നോ? ഇല്ല, അത് ആഴം കൂടുതലാന്ന് അവരവിടെ എഴുതിയിട്ടുണ്ട്. എന്നാ പിടിവിടണ്ട. നല്ല തണുപ്പാ. ഇല്ല, മറ്റേ നമ്മള് ആ കോൾഡ് പ്ലഞ്ച് കൂട്ടുന്ന അത് നല്ല തണുപ്പായിരുന്നു.
ലാസ്റ്റ് വീണ്ടും മറ്റേ കോൾഡ് പൂളിലെത്തിയിട്ടാണ്. വീണ്ടും സോണയും ഇതൊക്കെ ചെയ്തിട്ട് കോൾഡ് പൂളിലെത്തി. ഒരുമാതിരി കോലല്ലേ ചൂട്ടിരുന്ന, കരിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ. പക്ഷേ ഇറ്റ് വാസ് നൈസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചത് നമ്മൾ എന്തെങ്കിലും ഐസ്ലാൻഡിലൊക്കെ പോയാൽ ഹോട്ട് സ്പ്രിങ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. ഈ തണുപ്പും ചൂടും മാറി മാറി വരുമ്പോഴേക്കും എന്തോ ഒരു രസം, എന്തോ ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. നല്ലൊരു ഡിസിഷൻ ആയിരുന്നു ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ. ഇപ്പം ഏകദേശം വൈകിട്ട് നമ്മൾ രാവിലെ എത്തിയതാണ്, ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായി. നൈസ് ഫുഡും നല്ലതായിരുന്നു. ഇവിടുത്തെ സ്റ്റാഫും നല്ല ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് എന്തുണ്ടെങ്കിലും ചോദിക്കാൻ പറയാം, അവർ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. പിന്നെ പൂളിൻ്റെ ഒക്കെ ടെമ്പറേച്ചറൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. സോ ഓവറോൾ ഭയങ്കര നൈസായിരുന്നു. ആൾക്കാരും പരസ്പരം എന്താ പറയുക സ്പേസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു കള്ളനെ കണ്ടുമുട്ടിയെങ്കിലും അത് അവരല്ലാണ്ട് ബാക്കി എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി. നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരായ ഒരുമിച്ച് ക്രൗഡഡ് ഒരു സ്പേസ് ആണെങ്കിൽ പോലും എല്ലാവർക്കും അവരുടേതായ പ്രൈവറ്റ് സ്പേസ് ഉണ്ടായിരുന്നു. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ പതുക്കെ റൂംസിലേക്കും പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ വലിയ ഗാർഡൻ പോലത്തെ ഏരിയയിലേക്കൊക്കെ പോയി തുടങ്ങി. സോ നമുക്ക് പൂളിലൊക്കെ ഇപ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ വെച്ച് ഇൻട്രോ എടുക്കാൻ പറ്റില്ല, ഔട്ട്രോ വെള്ളത്തിൽ വെച്ച ആൾക്കാർ. നമ്മൾ മോർണിംഗ്ടൺ പെനിൻസുല ഇതിനു മുന്നേ കറങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു 3 പാർട്ടായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പല ബീച്ചും കാടും മറ്റേ കേക്ക് ഷാങ്കൊക്കെ ആയിട്ട്. ഇത് നമ്മൾ അന്ന് മിസ് ഔട്ടായി പോയ ഒരു സ്ഥലമായിരുന്നു. പക്ഷെ ഒരു ഫുൾ ഡേ ഇതിനു വേണ്ടി മാറ്റി. നമുക്കന്ന് അറിയത്തില്ലായിരുന്നു, കേട്ടിട്ടുണ്ടെങ്കിലും ഇത് എന്തോ ഒരു ലക്ഷറി ആണ്, ബട്ട് അഫോർഡബിൾ ആണ്. സോ ഇറ്റ് വാസ് നൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുമായിരിക്കും. ബൈ. ഇവിടെ റിസപ്ഷനിൽ ഇവരുടെ ഇങ്ങനെ കുറേ പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ആൾക്കാർ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് നോക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് നമ്മുടെ തുളസിയും മസാലയും സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുള്ള ചായപ്പൊടികളാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ. ബൈ ബൈ.